ആരി തത്തമ്മേ എന്നെ കോഴിക്കൊത്തല്ലേ കോഴിക്കൊത്തിയാലോ ഞാൻ ചത്തുപോകൂലേ ഇതെന്നാ യോഗയോ അയ്യോ വാസു നീ ഒരു യോഗിയായി തീർന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ പാറു ഒന്ന് പാടാ ഞാൻ ഡാൻസ് കളിക്കാം ഇത് എവിടുന്ന് വാങ്ങി മഴക്കാലമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നൂടാനോ ഓ ഇൻസൾട്ട് ആട്ട് പൊന്നോ ഞാൻ വെറുതെ പറഞ്ഞ വാ വാ അമ്മേ അമ്മേ ആരോ വന്നേക്കുന്നു നോക്കിയേ ഓർമ്മയുണ്ടോ ഈ മുഖം ആസവായേ എന്താ ഇങ്ങോട്ടൊന്നും കാണാത്തെ അങ്ങനെ ചോദിച്ചാണ്ടി ഇവിടെ എന്നോട് പറയാം എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പാറു എന്നാ ഇങ്ങനെ അമ്മേ ഞാനൊരു തമാശ കാണിച്ചതാ ഇത്ര സീരിയസ് ആവുന്ന ഓർത്തില്ല ഞാനെന്താ കഴിക്കാൻ വേണ്ടേ പറ ആന്റി ഉണ്ടാക്കി തരാം ആന്റി ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട ഞാൻ ഈ പാറുമായിട്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടിട്ട് വന്നതാ പുറത്തു പോകാനോ എവിടെ അതൊക്കെ ഉണ്ട് നീ വാ എവിടെയാണ് പോകുന്നത് മഴയൊക്കെയല്ലേ ആരില്ല ആന്റി ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം കുറെ ദിവസമായി വീട്ടിൽ അടങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് എടാ പുറത്ത് നിറയെ വെള്ളവും ചെളിയൊക്കെയാടാ കഷ്ടമുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വല്ല ടി വിയും കാണാം വരാം നീ എന്റെ കൂടെ വന്നേ പറ്റൂ വരാ ഓ ശരി വരാം അമ്മേ ഞങ്ങൾ പോയിട്ട് വേഗം വരാം കേട്ടോ ആ നിക്ക് കുറച്ച് പൈസ തരാം പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നാൽ മതി ആഹാ കാര്യമായിട്ട് കൊടുത്തോ ചില്ലി ചിക്കനും മട്ടൻ ചാറും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറേ ആയി ആയിക്കല്ലോ ആയല്ലോ എന്നാലും എന്തായിരിക്കും ഇവർ എന്നെ വിളിച്ചോണ്ട് പോണേ നോക്കട്ടെ കേട്ടാ എടാ പറയടാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ നിനക്ക് എന്നെ കൂടെ വരാൻ പറ്റോ ഇല്ലയോ പൊന്നോ വരുമല്ലേ എങ്ങോട്ടാന്നല്ലേ ചോദിച്ചോളൂ ഒന്നും മൊഴിയാൻ പാടില്ലേ നമുക്ക് ഒരിടം വരെ പോണം ഒരു ഗിഫ്റ്റ് വാങ്ങണം ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് എടീ മേഴ്സിയുടെ ബർത്ത്ഡേ ആടി വരുന്നേ മേഴ്സിയുടെ ബർത്ത്ഡേയോ അതെ നമ്മൾ സ്കൂൾ തുറന്ന് ചെല്ലുന്ന അന്ന് മേഴ്സിയുടെ ബർത്ത്ഡേ അവക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം നിനക്കാണെങ്കിൽ നല്ല സെലക്ഷൻ ഉണ്ട് കുറെ ടൈസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ എനിക്കങ്ങ് വാങ്ങണം കേട്ടോ അത് നിന്റെ ഇഷ്ടത്തിന് വാങ്ങിയാ പോരെ എടാ എനിക്കൊന്നും അറിയത്തില്ല അവളുടെ എന്താ ഇഷ്ടമൊന്നും എനിക്കറിയത്തില്ല നിന്റെ ഇഷ്ടത്തിന് അങ്ങ് വാങ്ങിയാൽ മതി അതൊക്കെ അവളങ്ങ് ഇഷ്ടപ്പെടണം അത്ര തന്നെ വാ ചേടാ ഇവനെ കൊണ്ട് ആ പോയി കളയാ നിനക്ക് എന്ത് പാവക്കുട്ടിയാണ് ഇഷ്ടം എനിക്കും ചേച്ചിക്കൊക്കെ ബാർബിയാടാ ഇഷ്ടം ഓ ഹമ്മമ്പാടി ഡിസ്കമ്പാടി അമ്മേ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ എനിക്കൊരു കുറച്ച് പോക്കറ്റ് മണി തരുമോ അമ്മേ ഒക്കെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ടാ ഓ അതിനെന്താ തന്നേക്കാട്ടോ അതെ അച്ഛൻ കുറെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് എടുക്കാഞ്ഞ ഇപ്പം ഇല്ലല്ലോ നമുക്ക് ആ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് അടച്ചിടാം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അമ്മ അവളുടെ ബർത്ത്ഡേ ആണ് നന്നായി ഇല്ല ഇപ്പോഴേ തുടങ്ങിയതിന് ബഹളമൊക്കെ അമ്മ ബലൂണൊക്കെ ഇവിടെ തൂക്കിയാൽ പോരെ മതി കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് വരാണ്ടിരുന്നാ ബാക്കി അമ്മ എന്താ ഗിഫ്റ്റ് വാങ്ങിയ നമുക്ക് ഒരു ജോഡി ഡ്രസ് എടുത്ത് ഇതൊക്കെ എപ്പോ ഇന്നലെ അച്ഛൻ്റെ കൂടെ പുറത്തു പോയപ്പോ എടുത്താ എന്നിട്ട് അമ്മ എനിക്കൊന്നും എടുത്തില്ലേ നിനക്കും എടുത്ത് തരാം ഹായ് ആ ഇപ്പൊ പണി നടക്കട്ടെ ഞാൻ അടുക്കളയിട്ട് ചെയ്തോട്ടെ നല്ല പണിയുണ്ട് അമ്മ സ്പെഷ്യലൊക്കെ വേണോ ഐസൊക്കെ ഉണ്ട് അമ്മേ അമ്മ കുറച്ച് ബിസി ആടി എന്തേ ഞാൻ വന്നെന്ന് പറഞ്ഞതാ ഞാനും നിങ്ങൾ എവിടെ പോയതാ അത് ഈ വാസുവിന്റെ ഫ്രണ്ടിനെ ബർത്ത്ഡേ അവൻ ഗിഫ്റ്റ് വാങ്ങാൻ എന്നെ കൂട്ടിയിട്ട് പോയതാ ഞാൻ പറഞ്ഞോ എന്താ ചേച്ചി ഒന്നുമില്ലടി ഏത് ഫ്രണ്ടാ എന്നെ മേഴ്സിയോ ആ ചേച്ചി മേഴ്സിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ മിഠായിയൊക്കെ കിട്ടും ഉറപ്പാ ഓ അതായിരുന്നാ ചേച്ചി ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറയും സത്യം പറ വാസു ആരുടെ ബർത്ത്ഡേ അപ്പൊ ഇവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഉള്ള കാര്യം ഞാനോട്ട് അവള് തവിടാന്ന് അപ്പൊ നിനക്കറിയാമോ അവളെ ബർത്ത്ഡേ ആണ് പിന്നെ അറിയാതെ ഞാൻ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ അവൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ച് മന്തി അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവളുടെ ബർത്ത്ഡേ ആണ് അച്ചോടാ എടാ നാളെ ഒരു 10 മണിക്ക് ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് നീ രാവിലെ ഇങ്ങോട്ട് പോരണം കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഞാൻ അറിയിച്ചോളാം അത് പിന്നെ പറയാനുണ്ടോ കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയേക്കും ഞാൻ ഗിഫ്റ്റ് ഇവിടെ വെച്ചേക്കട്ടെ നമ്മുടെ വിളിച്ച് ഓഫീസിന് കൊടുക്കാനല്ലേ അത് വേണ്ട ഞാൻ വരുമ്പോ കൊണ്ടുവന്നാളാം കേട്ടോ ശരിയപ്പാ അമ്മേ അമ്മ അമ്മേ എന്താ നല്ല മണമൊക്കെ വന്നിട്ടില്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെടുക്കും അമ്മേ കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു മോളെ എന്ത് സമയത്തൊക്കെ നാളെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് അവർക്കാ എന്ത് കഷ്ടാ ആകെ 2 ശനി ഞായറും കിട്ടും അപ്പൊ എല്ലാരും കൂടി വന്നു എന്ത് കഷ്ടമാണോ ഇതമ്മ അവര് വരാന്ന് പറഞ്ഞു പോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും സാരമില്ല കേട്ടോ അതൊക്കെ പോട്ടെ അമ്മേ അതുണ്ടല്ലോ എന്താ ഒരു സോപ്പ് അത് വാസോടെ ഉണ്ടമ്മ അത് എന്തെങ്കിലും ഫുഡ് കൊടുത്താലോ അതൊക്കെ ഞാൻ കൊടുത്താളാ ഇത് വേറെന്തോ ആണല്ലോ എന്താ കാര്യം പറ അതമ്മേ എനിക്കൊരു 600 രൂപ തരാവോ 600 രൂപയോ കൊച്ചു പിള്ളേർക്ക് എന്തിനാ ഇത്രയും ക്യാഷ് അമ്മേ അതുണ്ടല്ലോ വാസു ഒരു സൂപ്പർ പാവക്കുട്ടീനെ വാങ്ങിയമ്മേ എന്നെ ഭംഗിയെ കാണാൻ
അതും ബാർബി. എനിക്ക് അത്തരം വാങ്ങാനമ്മേ, പ്ലീസ് അമ്മേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടമ്മേ. ഇപ്പൊ ഒന്നും വാങ്ങണ്ട കേട്ടോ അമ്മ, അതെനിക്ക് വേണം. വേറെ വാശി പിടിക്കല്ലേ, നമുക്കൊന്നും വേണ്ട കേട്ടല്ലോ. അത് അത്ര സൂപ്പറാമേ, എനിക്ക് അത്ര ഇല്ലമ്മേ, എനിക്കത് വേണം. എനിക്ക് വേണം, എനിക്ക് കുട്ടി വേണം, എനിക്ക് വേണം. വാങ്ങിത്താവേ, എനിക്കത് വാങ്ങിത്താ. നീ പൊക്ക, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട് ഇവിടെ. നീ കിടന്ന് വാങ്ങി ഞാൻ ചട്ടുകടുത്തടിക്കും. എനിക്ക് ബാർബി ഡോള് വേണേ, എനിക്കതിനെ വേണേ. അപ്പൊ എനിക്ക് വാങ്ങിത്താ. ആരോ അമ്മ ഫുഡ് കഴിക്കാൻ വയ്ക്കുന്നു. വാ നമുക്ക് കഴിച്ചിട്ട് വേഗം കിടക്കാലോ, നാളെ നേരത്തെ എണീക്കണ്ട. എനിക്ക് വേണ്ട, എനിക്ക് വീട്ടിൽ ഒന്നും വേണ്ട. എനിക്ക് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ഒരു പാവ ആക്കി തരാതെ ഞാൻ പറഞ്ഞോളൂ. അയാള് പാവയോ? നീ എന്തിനാണ് പോകുന്നേ? ചേച്ചി ചേച്ചി ഇത് കേട്ടോ, ഞാൻ അമ്മയുടെ ഒരു 600 രൂപ ചോദിച്ചു. എനിക്കൊരു ബാർബി ഡോളിന്റെ വാങ്ങാനാ ചേച്ചി. ഞാൻ വാസുവിന്റെ കൂടെ പോയപ്പോൾ കണ്ടതാ. എന്ത് ഭംഗി അതിനെ കാണാൻ. എനിക്ക് അത്തരം വേണമായിരുന്നു ചേച്ചി. അയ്യോ, അതിനാണോ നീ കിടന്ന് പോകുന്നേ? അത് നിനക്കുള്ളതല്ലേ? എനിക്കുള്ളതാണോ? അതെങ്ങനെ? അതൊന്നുമില്ല. എന്താ പറഞ്ഞേ? നിനക്ക് അത്തരം ഡോള് വേണം അല്ലേ? ഞാൻ വാങ്ങിത്തരാം. ചേച്ചി എങ്ങനെ വാങ്ങി ചേച്ചി? നമ്മള് ക്യാഷ് ഇല്ലല്ലോ. എടി അതൊക്കെ ഉണ്ടടി. എനിക്ക് അമ്മ പോക്കറ്റ് മണി തന്നിട്ടുണ്ട്. ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ശരിക്കാണ് ചേച്ചി? ചേച്ചി ചേച്ചി ഒരു ചേച്ചി അല്ല പിന്നെ എന്നെ ചേച്ചി ഇങ്ങനെയല്ല. എനിക്കൊന്നും വാങ്ങി തരാറില്ലല്ലോ. ഇതെന്താ പെട്ടെന്നൊരു സ്നേഹം? എന്റെ പൊന്നോ പാവല്ലേ, കരയണം കണ്ടപ്പോൾ സങ്കടം തോന്നി, അതുകൊണ്ട് വാങ്ങി തരാന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ ചേച്ചി ശരിക്കും വാങ്ങി തരുവോ? ആടി നാളെ സാധനം ഇവിടെ ഉണ്ടാവും പോരെ? നാളെയോ? നാളെ തന്നെ വാങ്ങി തരുവോ? ഇത്ര പെട്ടെന്നോ? എന്താണ് നിനക്കൊരു വിശ്വാസം ഇല്ലാത്ത? അയ്യോ ചേച്ചിക്ക് എന്ത് പറ്റി? തലേ തേങ്ങ പാറ മര്യാദയ്ക്ക് നോക്കട്ടോ. സാരി സാരി സാരി. അല്ല നിനക്ക് വേറെന്തൊക്കെ ഇഷ്ടം? അയ്യോ ഇത് തേങ്ങയല്ല, ചക്കയായിരിക്കും. എടി നിനക്ക് പറയാമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോവും. എന്റെ ചേച്ചി പോലെ പോലെ ഞാൻ പറയാവേ. എനിക്ക് പിന്നെ ഇഷ്ടം, എനിക്ക് ഡ്രസ്സ് വേണമായിരുന്നു ചേച്ചി, പുതിയ ഡ്രസ്സ്. ഡ്രസ്സോ? അതെ ചേച്ചി, എനിക്ക് ഒരു ഫ്രണ്ട്സ് പാർട്ടി ഉണ്ട്, അതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാ. ഡ്രസ്സൊക്കെ നിനക്ക് കുറേ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പറയടി. എന്നാ പിന്നെ എനിക്ക് ഒരു ക്യാമറ വാങ്ങി തരുമോ? ഈ ഫോട്ടോ എടുക്കുമ്പോൾ പ്രിന്റ് വരുന്ന ക്യാമറ. ഓ അത് എടി അതിനുള്ള പൈസ ഒന്നും എൻ്റെ ഇല്ല. വലിയ ചെറിയ കാര്യം പറ. എന്നാൽ എനിക്ക് അടിക്കടി കമ്മൽ വാങ്ങി തരുമോ ചേച്ചി? അങ്ങനെയുള്ള എന്തെങ്കിലും ആവട്ടെ. ശരി ശരി. വാടി നമുക്ക് ഫുഡ് കഴിക്കാം. അമ്മ നമ്മളെ കുറേ നേരമായി വിളിക്കുന്നു. ഞാൻ ദേ വന്നി, ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങ് എത്തിക്കാം. കാര്യമാണ് നിന്നെ കഴിഞ്ഞിട്ട് ആളുള്ളൂ കേട്ടോ. എന്ത് മോഹനടി നീ? വാ ചേച്ചി, മനസ്സിന്റെ വിഷമം അത് തന്നെ. മിണ്ടാണ്ട് എണീറ്റ് പോവാം, കുറച്ച് പരിപാടിയുണ്ട്. പണിവാളി എണീറ്റു. ആരൊക്കെ ചേച്ചി? നല്ല ഉറക്കാം. അയ്യോ പണിയൊന്നും തീരുന്നേ ഇല്ലല്ലോ. അനി എന്താ ചെയ്യട്ടെ? മറന്നുപോയി. അമ്മേ അമ്മേ, നേരത്തെ എണീറ്റാ? പിന്നെ നേരത്തെ എണീക്കണ്ടേ? അവള് ബർത്ത്ഡേ അമ്മേ, ആഘോഷിക്കണ്ടേ? നല്ല സന്തോഷത്തിലാണല്ലോ, പിന്നെ ആഘോഷിക്കണ്ടേ? എന്താ അമ്മ ഒരുക്കങ്ങള്? എല്ലാം ആയോ? എല്ലാം റെഡിയാ, നീ രസവും കൂടി ഉണ്ടാക്കിയാൽ മതി. അയ്യോ സൂപ്പർ സൂപ്പർ. അമ്മ പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. മോള് കുളിച്ച് അതൊക്കെ ഇട്ട് റെഡിയാ നിന്നോ. അവളെ നമുക്ക് പയ്യെ വിളിക്കാം. അമ്മേ ഞാൻ എണീറ്റപ്പോഴേ അവൾ അറിയാലിപ്പോ എണീറ്റാ. അയ്യോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞേ. അയ്യോ ആണോ? ഓക്കേ, ആ റൂമിലോട്ടേ പോകണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. അമ്മേ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? പാറുവിന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആരുമില്ല, ഇത്രയും പേരൊക്കെ ഉള്ളൂ. ഹായ്, അത് മതി അമ്മേ, അടിച്ചു വിളിക്കാം. എൻ്റെ 2 ഫ്രണ്ട്സിനെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അല്ല, നമുക്ക് ആഘോഷമാക്കാം. അച്ഛനെവിടെ അമ്മേ? അച്ഛൻ കേക്ക് വാങ്ങാൻ പോയേക്കാം. എനിക്ക് സന്തോഷം. ചെല്ലിയല്ലേ, റെഡിയാകും. എന്നിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. ഓ സൂപ്പർ, എന്റെ സന്തോഷം. എന്നും അങ്ങനെ കണ്ടാ മതിയായിരുന്നു. അല്ല ഇതാരൊക്കെയാണ്? കേറി വാ അമ്മേ, ദേ എല്ലാരും വന്നു. ചേച്ചി അവിടെ ഇതുവരെ എണീറ്റിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്കറിയില്ല അവളുടെ ബർത്ത്ഡേ ഇന്നാണ്. അത് കളിക്ക്. അപ്പൊ ഇത് സർപ്രൈസ് ആണേ. അതെ അതെ, ഇനി വേണം നമുക്ക് അവളെ വിളിക്കാൻ. ആരും ഞെട്ടും വിളിക്കുമ്പോ ചവിട്ടിട്ടാണ് നോക്കിക്കോ. അത് വാസു പറഞ്ഞ കറക്റ്റാ. എല്ലാരും വാ. അല്ല ഇതെന്താ കയ്യില്? ഗിഫ്റ്റാ. ഇതെന്റെ തനിയെ ഗിഫ്റ്റും മറ്റേത് ഇവൾമാര് 3 പേരും കൂടി പിരിവിട്ട് വാങ്ങിയതും. ശരി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞങ്ങളുടെ സന്തോഷം അറിവ് നല്ല സന്തോഷം. അച്ഛടാ എന്നാ ചേട്ടൻ നിങ്ങൾ അവളെ വിളിക്കും.
അത് ഓർക്കുമ്പോഴാ. എന്തേ? ഒന്നുമില്ല ആന്റി, അവൻ ചുമ്മാ വരുമെന്ന്. ആ മക്കൾ ഇവിടെ ഇരിക്കട്ടോ, ആന്റി പോയി കുളിച്ച് ഫ്രഷായി ഒക്കെ വരാം. ഓക്കെ കടക്കട കടുപ്പ് കണ്ടോ, സ്രാവ് കടിച്ച പോലെ. മാറിയിരിക്കാം, ചവിട്ടിയൊരു പെഞ്ചി കിട്ടിയാലോ. ഇവന്റെ ഒരു കാര്യം നമുക്ക് വിളിച്ചാലോ. ശരി, റെഡി, 1 2 3. ഹാപ്പി ബർത്ത്ഡേ വാറു. ഏയ് ഇത് അച്ഛന്റെ വക സർപ്രൈസ്. ഇന്നല്ല പൊന്നിന്റെ ബർത്ത്ഡേ സൂപ്പർ ആക്കും. സൂപ്പർ കേക്കായിരുന്നല്ലേ ചേച്ചി? അത് പിന്നെ പറയാനുണ്ടോ, കൊറേ ബാക്കിയുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, നമുക്ക് ഇടക്കിടക്ക് പോയി കഴിക്കാം. അയ്യോ അയ്യോ, ഇതിലെന്താ? ഇത് ഞങ്ങൾ വാങ്ങിയൊരു ഗിഫ്റ്റാ, സർപ്രൈസ് ഗിഫ്റ്റാ. എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പൊ തുറക്കണ്ട കേട്ടോ, ഞങ്ങൾ പോയിട്ട് തുറന്നാ മതി. എന്തോ ഗിഫ്റ്റ് എനിക്ക് ഇത് അത് അച്ഛനമ്മ വേറെ ഗിഫ്റ്റ്, ഇനി അമ്മൂമ്മ പൊന്നും വരുമ്പോ വേറെ ഗിഫ്റ്റ്. സൂപ്പർ ബർത്ത്ഡേ ആയിരുന്നല്ലേ പാറു? പിന്നെ അല്ലാണ്ട് മക്കളെ എന്തുണ്ട്? അച്ഛനോട് പോവാ. അച്ഛനൊന്ന് പുറത്ത് പോയിട്ട് വരാം, ഒരു അത്യാവശ്യമുണ്ട്. അച്ഛൻ വേഗം വരാം കേട്ടോ. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കും. അല്ല, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് വൈകുന്നേരം എല്ലാവർക്കും കൂടി ബീച്ചിൽ പോയാലോ? പിന്നെ അല്ല, അങ്ങൾ ഇതാ ഓടി വരാം. ഓക്കെ നല്ല വിശപ്പുണ്ട്, അങ്ങോട്ട് നടക്കുക. മക്കളെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ പറയാനുണ്ടോ, എന്ത് ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ഫുഡ്, ഒന്നും പറയാനില്ല. എനിക്ക് ആ രസം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചിക്കൻ കറി, എനിക്ക് ആ മീൻ പൊരിച്ചതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഇനി ഉണ്ടോ ആന്റി? അയ്യോ വാസുമോന് വേണമായിരുന്നോ? ചോദിക്കാൻ പാടില്ലാന്നോ? ഇഷ്ടം പോലെ ഉണ്ട്, എടുക്കട്ടെ? ആ ഇനിയിപ്പൊ കൈയൊക്കെ കയ്യിൽ പോയില്ലേ? ഒരു കാര്യം ചെയ്യ്, കുറച്ച് പാഴ്സൽ പൊതിഞ്ഞെടുക്കാം, വീട്ടിൽ പോയിട്ട് സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കാതെ. അതിനിപ്പോ എന്താ വാസുമോൻ ചോദിച്ചാൽ എത്ര വേണേലും ഉണ്ടാക്കി തരുമല്ലോ. അതാണ് അമ്മ, എനിക്ക് പായസം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ച എപ്പോ ചോദിച്ചാലും പായസം റെഡി. ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ മോരാവും. അമ്മ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, അത് നമ്മ ഐസ്ക്രീം ഇല്ലാഞ്ഞ.
ആര് പറഞ്ഞില്ലെന്ന്? അത് വാങ്ങാൻ അച്ഛൻ പോയേക്കുന്നെ. ഇപ്പൊ കൊണ്ടുപോയി. അമ്മേ, പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി ഇവന് ബീച്ചിൽ കൊണ്ടുപോകാന്ന് എല്ലാവരും. കോളടിച്ചതാ. അമ്മയെല്ലാം അറിഞ്ഞായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തതാ ഞങ്ങൾ. സൂപ്പർ കപ്പിൾ. അച്ഛനമ്മമാരെ ഇങ്ങനെ വേണം. അല്ലാണ്ട് എന്റെ വീട്ടിലുണ്ട്. ഒരാള് ദുബായിലും ഒരാള് വീട്ടിലും. പിന്നെ അമ്മൂമ്മ പറയേ വേണ്ട. ഓ, സൂപ്പർ സൂപ്പർ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാറുവിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് ഉഗ്രൻ ട്രീറ്റ് തന്ന പാറുവിനും പാറുവിന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ പുഷ്പാഞ്ജലികൾ. അതേ സന്തോഷമൊന്നും വേണ്ട. എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്ത് വെച്ചോ. നാളെ സ്കൂളുള്ള. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? മക്കളെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഒരുപാട് ദൂരത്തോട്ട് പോകല്ലേ. അങ്കിളെ, ഇവിടെ ഒരു രസമില്ല. അപ്പുറം നല്ല രസാ. അവിടെ കുറെ തിരവന്നുണ്ട്. അവിടെ പോയാലോ? വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ, കരയിൽ നിന്നാ മതി. അതൊക്കെ അങ്ങോട്ട് പോവാ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ഞാനും അങ്ങളും കൂടി ഇവിടെ ഇരിക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ പോയിട്ട് വരാമേ. വാവ്, എന്താ അതിമനോഹരമായ കാഴ്ച. ഇതെന്തോ നീ എക്കോയോ? എന്റെ പൊന്നു വാസു വരപ്പിക്കല്ലേ, എന്റെ ബർത്ത്ഡേ ആയിപ്പോയി. വൈകുന്നേരമായില്ലേ? നിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ആര് പറഞ്ഞു? എന്റെ ബർത്ത്ഡേ ഇന്ന് ഫുള്ളുണ്ട്. 12 മണി വരെ ഉണ്ട്. അയ്യേ, പിള്ളേരെ പോലെ. എടി, നിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തോടുകൂടി കഴിഞ്ഞു കേട്ടോ. ഇല്ല, എന്റെ ബർത്ത്ഡേ ഒന്ന്. എടി, അത് കഴിഞ്ഞെന്ന്. ഇതൊന്നും പറഞ്ഞില്ലേ? 12 മണി വരെ ഉണ്ട്. അത് ശരി, അടി പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. മാവി ചേച്ചി തന്നെ പറ, ഉള്ള ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? അതിപ്പോ കഴിഞ്ഞോന്ന് ചോദിച്ചാ കഴിഞ്ഞു. ബർത്ത്ഡേ ഇന്ന് കഴിഞ്ഞില്ല. ഓ ഡാർക്ക്. അതെവിടെ നാവച്ച ഇരിഞ്ഞെന്ന് നോക്കിയേ. അയ്യോ, പണി വാളിയല്ലോ. എന്റെ ബർത്ത്ഡേ ആയില്ലേ. കീറു തുടങ്ങി. എന്റെ പൊന്നാ, നിന്റെ ബർത്ത്ഡേ ഇന്ന് നാളെ മറ്റന്നാളോ ഒക്കെ നിന്റെ ബർത്ത്ഡേ. ഈ ആഴ്ച മൊത്തം നിന്റെ ബർത്ത്ഡേ. സമ്മതിച്ചു. നിർത്ത്. ശരി, ആവശ്യത്തിന് കടലിൽ തന്നെ വെള്ളമുണ്ട്. ഇതും കൂടി ആയിട്ട് വേണം നിറക്കാൻ. പൊന്നു പാറ ഒന്ന് നിർത്തി. എല്ലാരും ഒന്ന് സന്തോഷിച്ചാ നിക്കുന്നേ. അവൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. ഇട്ടോളാ. വന്ന് ഇവളോടൊന്നും മിണ്ടാൻ കൂടി പറ്റൂല. അപ്പ കരിഞ്ഞോളെ. എന്റെ പൊന്നോ, എടി കളിച്ചിട്ട് നിർത്തടി. എടി, നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കഴിയാം. ഓക്കെ അല്ലേ? ഐസ്ക്രീമോ? ഉറപ്പാണോ? ഉറപ്പ്. വാ, ഇപ്പൊ ഇവിടെ ഇരുന്ന് കളി വീടുണ്ടാക്കി കളിക്കാം. അത് സൂപ്പർ ഐഡിയ. എന്നാ എല്ലാരും കൂടി ഉണ്ടാക്ക്. ഞാനിപ്പോ വരാം. നമുക്ക് ഉണ്ടാക്കിയാലോ? നോക്കിക്കേ, നമ്മുടെ ഈ വീട് എത്ര സൂപ്പറാന്ന് നോക്കിക്കേ. അതേമാതിരി ചേച്ചി, നമ്മൾ എത്ര സൂപ്പറായിട്ട് ഉണ്ടാക്കിയേക്കുന്നേ. ഹായ്, നമുക്ക് ഇതുപോലെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അതെ, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാം. എനിക്കിത് നല്ല ഇഷ്ടമായി. കഴിഞ്ഞ പരിപാടി. കഴിഞ്ഞു. നോക്കിക്കേ, എത്ര സൂപ്പറാന്ന്. ആർക്കിടെക്ചർ തന്നെ പാടാന്ന്. എത്ര BHK അടി? 2 BHK. പൊളിക്കാൻ കുറെ സമയം എടുക്കും. മോനെ, ഇതിലെങ്ങാനും തൊട്ട് നോക്ക്. ബാക്കി അപ്പ അറിയാം. അത് ശരി. തൊട്ടെങ്ങാൻ തട്ടി ഞാൻ നിന്നെ. അത് ശരി, അപ്പൊ തൊട്ടാ തടി കേടാകും. ഉറപ്പ്. അതെ, ഇതിലോട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അങ്ങനെ ഒരു വഴിയുണ്ട്. കടലമ്മ കള്ളി.